ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധ്യാനമാണ്. ഇതിനു മുൻപ് ഞാൻ ധ്യാനത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ധ്യാനിക്കാൻ എങ്ങനെയാണ് നമ്മൾ തയ്യാറാവേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ധ്യാനം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മൾ അതിനായി തയ്യാറാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൃത്യമായ ഏതെങ്കിലും ഒരു ധ്യാനത്തെ തിരഞ്ഞെടുക്കണം. ഏതാണോ നമുക്ക് ഏറ്റവും സ്വീകാര്യമായത്, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, അതിലേക്ക് നമ്മൾ വീണ്ടും വരാം. വീണ്ടും വീണ്ടും ചെയ്ത് അതിനോട് ചേരുക. അങ്ങനെയാണ് ധ്യാനം സംഭവിക്കുന്നത്. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, ധ്യാനം ഒരിക്കലും പഠിപ്പിച്ചെടുക്കാനൊന്നും സാധ്യമല്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കും? ആ സംഭവിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി ഈ ധ്യാനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് നമുക്ക് ധ്യാനം നമ്മൾ അറിയാതെ സംഭവിക്കുന്നത്. നമ്മൾ കണ്ണ് തുറന്ന് കാണുന്നത് കാഴ്ചയാണ്, കണ്ണടച്ച് കാണുന്നത് ദർശനവും. ഈ ഉൾക്കാഴ്ച, ദർശനം, അതിനെ വീണ്ടെടുക്കലാണ് നമ്മൾ ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 100% ചിന്തകൾ ഇല്ലാതെയാക്കി ഒരു കണ്ണാടി പോലെ നമ്മുടെ മനസ്സാക്കുക അത്ര എളുപ്പമൊന്നുമല്ല. അതൊരു പക്ഷെ എല്ലാവർക്കും സാധ്യവുമല്ല. പക്ഷേ ഈ നിരന്തരമായി നമ്മളെ ഇങ്ങനെ സ്ട്രെസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്തകൾ ഉണ്ടാവും. മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ആധിക്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭയങ്കര സ്ട്രെസ്സാണ് എന്ന് പറയുന്നത്. ഈ ചിന്തകളുടെ ആധിക്യമാണ്. നമുക്ക് ഒരു തരത്തിലും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് ചിന്തകൾ നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് മനസ്സ് അസ്വസ്ഥമാവുന്നു. നമ്മുടെ മാനസികമായ സന്തോഷത്തെ അത് ഇല്ലാതാക്കുന്നു. നമ്മുടെ തലച്ചോറിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ എന്തായി? നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, സന്തോഷമില്ലാതാവുന്നു, ഡിപ്രഷനിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നടന്നെടുക്കുന്നു. ഇതിലൊക്കെ ഏറ്റവും മാറ്റി നിർത്താൻ, ടെൻഷൻ അകറ്റാൻ, സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം നമുക്ക് ധ്യാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നായിരിക്കും ഏറ്റവും അവസാനം കുറച്ച് സമയം സൈലന്റ് ആയിട്ടിരുന്നിട്ടുണ്ടാവുക? തനിച്ച്. നോ നോട്ടിഫിക്കേഷൻസ്, നോ മൊബൈൽ ഫോൺ, നോ ഇൻഫോർമേഷൻ, ഒന്നും, നോ മ്യൂസിക്, ഒന്നുമില്ലാതെ തനിച്ച് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി കുറച്ച് സമയം ഇരുന്നത് എന്നായിരിക്കും? അടുത്ത ദിവസം, ആഴ്ചകൾക്ക് മുൻപ്, മാസങ്ങൾക്ക് മുൻപ്, ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ്, ഇനിയും ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ടേ ഇല്ലായിരിക്കാം. അപ്പൊ ആദ്യം അങ്ങനെയൊന്ന് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതാണ് ആദ്യ ധ്യാനത്തിന്റെ ആദ്യ പടി. നമ്മളൊന്ന് വെറുതെ ഇരിക്കാൻ, വേറെ ഒരു ലോകവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലാതെ നമ്മളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കുറച്ച് സമയം ഇരിക്കുക. അങ്ങനെ ഇരുന്ന് ആ ഇരിപ്പും ആ സമയവും നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ധ്യാനത്തിന്റെ ആദ്യ പടി പൂർത്തിയാക്കുന്നത്. ഇതിപ്പോ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോട് തന്നെ മെഡിറ്റേഷനെ കുറിച്ച് ചോദിക്കുകയും ആ മെഡിറ്റേഷനിലേക്ക് എത്താൻ ശ്രമിക്കുകയും നിങ്ങൾ ചെയ്യും. പക്ഷെ ഇരിക്കും, കണ്ണൊക്കെ അടച്ച് നേർന്നൊരു പക്ഷെ ചെന്മതിരിയൊക്കെ ഇട്ട് നിങ്ങൾ ഇരിക്കുന്നതും അതിൻ്റെ തൊട്ട് പിന്നാലെ ചിന്തകൾ ഇങ്ങനെ വരും. എങ്ങനെ കടലിലെ തിരമാലകൾ വരുന്നത് പോലെ 4 വഴിക്കും, ഇത്ര വഴിയെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നിറയെ ചിന്തകൾ വരും. അപ്പൊ കുറച്ച് സമയം കൂടി നമ്മളൊന്ന് കടിച്ചു പിടിച്ചിരിക്കും കേട്ടോ. ആ ചിന്തകളെ ഒന്ന് മനഃപൂർവ്വം ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത് പോലെയൊക്കെ ശ്രമിച്ചിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് നമ്മൾ ധ്യാനം അവസാനിപ്പിക്കും. ഇതൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് വിചാരിച്ച്. ഒരിക്കലും അങ്ങനെയല്ല. ആ ചിന്തകളെയൊക്കെ അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, അതിൻ്റെ വഴിക്ക് വിട്ടുക. അങ്ങനെ വഴിക്ക് വിട്ട് പതുക്കെ അത് നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഈ സൈലൻസ് നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാൻ സാധിക്കുക. ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോവും. നമുക്ക് ഏതെങ്കിലും ഒരു ധ്യാനത്തെ നമുക്കിന്ന് പരിചയപ്പെടാം.
ഓം മെഡിറ്റേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓം മെഡിറ്റേഷൻ നമുക്ക് 3 തരത്തിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് ഏറ്റവും സിമ്പിളാണ്. ഒരു ഓം എന്നതിന്റെ ചിത്രം നമുക്ക് മുന്നിൽ വെച്ച് നമ്മൾ അതിന്റെ മുന്നിൽ നട്ടെല്ല് നിവർത്തി, പതിവ് പോലെ മെഡിറ്റേഷൻ ഇരിക്കുന്നത് നട്ടെല്ല് നിവർത്തി ആ ചിത്രത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുക. കണ്ണടയ്ക്കണമെന്നില്ല. പക്ഷെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പതുക്കെ പതുക്കെ കുറച്ച് സമയം നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കി അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതിൻ്റെ ഓരോ ഭാഗവും പൂർണ്ണമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു എന്ന് തോന്നുമ്പോൾ, നമുക്ക് തന്നെ ബോധ്യമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുകൾ അടയ്ക്കണം. കണ്ണുകൾ എങ്ങനെയാ അടയ്ക്കുക? കണ്ണടയ്ക്കാൻ നമ്മൾ കൈകൾ ചിന്മുദ്ര പിടിച്ച് കണ്ണും അടച്ച് അല്ല കേട്ടോ. ധ്യാനം എത്ര ആർദ്രമായതാണോ, അല്ലെ, എത്ര അനുഭൂതിദായകമാണോ, അതുപോലെ ആയിരിക്കണം നമ്മുടെ ചലനങ്ങളും. നമ്മൾ ആ ധ്യാനത്തിലേക്ക് കടക്കുന്നതും അതുപോലെ ആയിരിക്കണം. കൈകൾ ചിന്മുദ്ര പിടിച്ചു, കണ്ണുകൾ ആർദ്രമായി അടയ്ക്കുക. പതുക്കെ കണ്ണുകൾ പോലും അറിയാതെ കണ്ണുകൾ അടയ്ക്കുക. ആ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് ഈ ഓം എന്ന ചിത്രം പൂർണ്ണമായും നമ്മളെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് കണ്ണടച്ചാൽ ആ ചിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിയണം. ഈ സമയത്തും നമുക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും ചിന്ത പോവാം. എങ്കിലും പതുക്കെ പതുക്കെ നമ്മൾ ആ ഓമിലേക്ക് തിരിച്ചു വരാം. നിരന്തരമായി കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്താൽ, മിനിമം നമ്മൾ പറയുന്നത് ഒരു 21 ദിവസമാണ്. 21 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ധ്യാനത്തിന്റെ അനുഭൂതി സ്വന്തമാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, ഓം നമ്മൾ ജപിക്കുകയാണ്. നമ്മൾ കണ്ണുകൾ അടച്ചിരുന്ന് ഓംകാരം ഇങ്ങനെ ജപിക്കുക. ഇങ്ങനെ സ്വസ്ഥമായി കണ്ണുകൾ അടച്ചിരുന്ന് ഓംകാരത്തെ മനസ്സിൽ ചേർത്ത് വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഓംകാരം ഉച്ചരിക്കുക. ഇങ്ങനെ ഓംകാരം നിരന്തരമായി ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഇത് കുറച്ചും കൂടെ ഈ നമ്മൾ ഫോട്ടോ നോക്കി നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. കാരണം നിരന്തരമായ ഈ ജപം നമ്മളെ ഒരുപാട് ചിന്തകളിൽ നിന്ന് മാറ്റി ഏറെക്കുറെ ആ സമയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജപത്തിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഇനി മൂന്നാമത്തേത് കുറച്ചും കൂടെ നല്ലതാണ്. ഒരേ സമയം നമ്മൾ ഓംകാരം കേൾക്കുക. അതായത് ഒരു മ്യൂസിക് വെച്ച് നമ്മൾ ഓഡിയോ വെച്ച് ഓംകാരം കേൾക്കുകയും അതിനൊപ്പം നമ്മൾ ഓംകാരം ജപിക്കുക കൂടി ചെയ്യാം. ഓംകാരം കേൾക്കുകയും ഓംകാരം ജപിക്കുകയും ഒരേ സമയം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓം മെഡിറ്റേഷനിലേക്ക് കടക്കാം. കുറച്ച് സമയം കണ്ണുകൾ അടച്ച് ഓംകാരം അവിടെ കേൾക്കുകയും അതിനോടൊപ്പം നമ്മൾ ഓംകാരം ജപിക്കുകയും കൂടി ചെയ്ത് ഓം മെഡിറ്റേഷൻ നമുക്ക് ചെയ്ത് ശീലിക്കാം. ഇതും നിരന്തരമായി നിങ്ങൾ ചെയ്യുകയും 21 ദിവസം നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. പിന്നീട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മെഡിറ്റേഷന്റെ ഒരു അനുഭൂതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ ഒരിക്കലും പിന്നെ ആരും നിങ്ങളോട് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറയേണ്ടി വരില്ല. സ്വാഭാവികമായും നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം മെഡിറ്റേഷനിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് ആർക്കും പറഞ്ഞു തരാൻ സാധ്യമല്ല. അത് നമ്മൾ അനുഭവിക്കുന്നതാണ്. മറ്റെവിടെയും നമുക്ക് കിട്ടാത്ത, എന്താ പറയുക, ആർക്കും നമുക്ക് നൽകാൻ സാധിക്കാത്ത ഒരു അനുഭൂതിയാണ് മെഡിറ്റേഷനിലൂടെ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ചിന്തകൾക്ക്. നമ്മുടെ ചിന്തകളാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ചിന്തകൾക്ക് നല്ല തെളിച്ചം വരും. അപ്പോൾ ഈ ചിന്തകൾ തെളിഞ്ഞ എന്താണ്, നമ്മൾ നടക്കുന്ന വഴിയും തെളിയും, എല്ലാം പ്രകാശപൂർണമാവും. അപ്പോൾ ഓം മെഡിറ്റേഷന്റെ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കണം. അപ്പൊ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കില്ലെങ്കിലും തീർച്ചയായിട്ടും നിരന്തരമായി നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ കടക്കും. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമാർഗമാണ് ധ്യാനം. അതുകൊണ്ട്
ജോലികളുടെയും മറ്റെന്ത് സ്ട്രെസ്സുകളുള്ളവരും ഈ ഒരു ധ്യാനമാർഗം തിരഞ്ഞെടുക്കുമെന്നും അത് ശീലിക്കുമെന്നും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹം. നന്ദി.